ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇത് സാധാരണ മുട്ടക്കറിയല്ല, മനസ്സ് നിറയ്ക്കുന്ന സുഗന്ധവും തിക്ക് ഗ്രേവിയുമുള്ള ഒരു മുട്ടക്കറി, ഒരു സ്പെഷ്യൽ മുട്ടക്കറി. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ മുട്ടക്കറി ഇത്ര സ്പെഷ്യൽ ആകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 5 മുട്ടയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം തക്കാളിപ്പഴം, ഒരു മീഡിയം സവാള, 2 പച്ചമുളക്, ഒരു 15ഓളം ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇത് മുറിച്ചിട്ടേക്കുന്നത് കൊണ്ടാണ് കുട്ട കൂടുതൽ തോന്നുന്നത്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. പന്ത്രണ്ട് കാഷ്യൂനട്ട്, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. സവാള, ഉള്ളി എല്ലാം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വഴറ്റാനായതുകൊണ്ട് തീരെ ചെറുതാക്കുകയൊന്നും വേണ്ട. വലിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിപ്പഴം ഇതുപോലെ അരിഞ്ഞ്, പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട, ഇതിൻ്റെ പച്ചച്ചൊടി ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടെ ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇത് ഒന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് പച്ചമുളകും ഒരു 3-4 കറിവേപ്പിലയും ഈ മല്ലിയിലയും കൂടെ ഒന്ന് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർക്കാം. ഈ ചൂടിക്കിടന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഈ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. പാത്രം ചൂടാക്കിയിട്ടില്ല. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം. അതിലേക്ക് ഈ മുട്ട ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിം മതി. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് ഈ മുട്ടയെ പിടിച്ചാൽ മതി. ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നാൽ മതി. മുളക് പൊടി കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കാം. ഇനി തീ അല്പം കൂട്ടി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഇത് നമ്മൾ വഴറ്റി അരച്ചത് കൊണ്ട് ഒത്തിരി നേരം ഒന്നും ഇനി വഴറ്റണ്ട.
ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ഒരു മുട്ട പൊട്ടിപ്പോയല്ലോ, അത് ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് കൂടണം. ഗ്രേവി നമുക്ക് ആവശ്യമുള്ളിടത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല തിക്കാകുന്നതാണ്. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. കടുകും മുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിൽ തീ നമുക്ക് ഓഫ് ചെയ്യാം. ആ ചൂടിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. ഈ ചൂടിൽ കിടന്നൊന്ന് മൂത്താൽ മതി. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാവേ. പുതിയ രീതിയിലുള്ള സ്പെഷ്യൽ മുട്ടക്കറി റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. ഇതുപോലെ ഒരു മുട്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു മുട്ടക്കറി വെച്ച് നിങ്ങളൊരു ഗസ്റ്റിന് കൊടുത്താൽ ഇതാരാണ്, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അവർ തീർച്ചയായിട്ടും ചോദിക്കും. അത്രയ്ക്ക് നല്ലൊരു ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.